അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്നത്തെ പ്രഭാതത്തോടുകൂടെ നാം അയ്യാമുത്ത് തശ്രീഖിലേക്ക് കടന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച അസ്തമയം വരെ മഗ്രിബിൻ്റെ സമയം കടക്കുന്നതുവരേക്കും അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയാനുള്ള കാരണം? ഈ ദിവസങ്ങൾക്ക് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പേര് വരാൻ രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, ഇന്നഹും കാനു യുശർരിഖൂന ഫീഹ ലുഹൂമൽ അളാഹി. ഉൽഹിയ്യത്ത് മൃഗങ്ങളുടെ മാംസങ്ങൾ ചെറിയ ചെറിയ കഷണങ്ങളാക്കി സൂര്യപ്രകാശം കൊണ്ട് ഉണക്കി സൂക്ഷിക്കുന്ന ദിവസങ്ങൾ. യുശർരിഖൂന, സൂര്യപ്രകാശത്തിലേക്ക് വെച്ച് ഉണക്കി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ഐ യുഖദ്ദിദൂനഹ വയുബർരിസൂനഹ ലിശംസി, സൂര്യപ്രകാശത്തിലേക്ക് വെച്ചിട്ട് ഉണക്കുന്നു. ഫസമ്മൗഹ, അപ്പോൾ അവർ പേര് വെച്ചു അയ്യാമത്ത് തശ്രീഖി, സൂര്യപ്രകാശത്തിൻ്റെ ദിവസങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ ദിവസങ്ങൾ. അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് അങ്ങനെയാണ്. മറ്റൊരു കാരണം പറയുന്നത് അന്നഹ സുമ്മിയത്ത് ബിദാലിക ലി അന്ന സ്വലാത്തൽ ഈദി ഇന്നമാ തുസല്ലി ബഅദ അൻ തശ്രീഖ് ഷംസ്. സൂര്യൻ ഉദിച്ച് പ്രകാശരശ്മികൾ ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ് പെരുന്നാൾ നിസ്കാരം. ബലിപെരുന്നാളിൻ്റെ നിസ്കാരം നമുക്ക് സുന്നത്താകുന്നത് എപ്പോഴാണ്? അതിൻ്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് അതിൻ്റെ പ്രകാശരശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചതിന് ശേഷം മാത്രമാണ്. ഫസുമ്മിയത്തിൽ അയ്യാമു കുല്ലുഹ, അപ്പോൾ പെരുന്നാൾ എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ്. ഈ 4 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് അയ്യാമുൻ നഹർ, പെരുന്നാൾ ദിവസം. അപ്പോൾ ആ ദിവസത്തിലേക്ക് ചേർത്തുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളെയും അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയപ്പെടുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് ഈ ദിവസങ്ങൾക്ക് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പേര് വരാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം എന്താ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ടതായ ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചൊല്ലണം. എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നു. എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഷരീഫിലൂടെ വിശേഷിപ്പിച്ചിട്ടുള്ളതും ഈ അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിനരാത്രങ്ങളെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ റാഹത്തോടെ അമാലുകൾ ചെയ്ത് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.